നമ്മൾ ചവിട്ടി ചവിട്ടി ഒരു വഴിക്കായി ഗൈസ്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ചെറിയൊരു കിഡ്സ് പാർക്ക് ഇവർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പൂള് നമുക്ക് വരുന്നത് ഇൻഫിനിറ്റി പൂളാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ കിട്ടിയെന്ന് പറഞ്ഞാൽ ലേക്ക് വ്യൂ കാറ്റഗറി ആയിരുന്നു. കായലിൻ്റെ അടുത്തുള്ളായിരുന്നു റൂം. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഗ്രാമീണ ഭംഗി അങ്ങ് തുളമ്പി നിൽക്കുകയാണ്, തുളമ്പി നിറഞ്ഞങ്ങ് നിൽക്കുകയാണ്. യാത്ര പോകാൻ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരാണല്ലോ ഉള്ളത്? പലതരം യാത്രകൾ നമ്മൾ പോയിട്ടുണ്ട്. ഫ്രണ്ട്സായിട്ട് നമ്മൾ പോകാറുണ്ട്, ഫാമിലിയായിട്ട് പോകാറുണ്ട്, കപ്പിൾസായിട്ട് പോകാറുണ്ട്, സോളോ ആയിട്ട് ട്രാവൽ ചെയ്യാറുണ്ട്. അതിൽ കപ്പിൾസായിട്ട് യാത്ര പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. ഒന്ന് ഹണിമൂണും ഒന്ന് ബേബി മൂണും. ഹണിമൂൺ നമ്മൾ മിക്കവരും തന്നെ പോയിട്ടുള്ളതാണ്. പക്ഷെ നമ്മൾ പോകാത്ത അല്ലെങ്കിൽ നമുക്ക് പോകാൻ മടിയുള്ള ഒരു യാത്രയാണ് ബേബി മൂൺ യാത്രകൾ. ബേബി മൂൺ എന്താണെന്നുള്ളത് പലർക്കും തന്നെ അറിയാവുന്ന കാര്യമായിരിക്കും. അറിയാൻ പാടില്ലാത്തവരിലേക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം. ബേബി മൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൈഫ് പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ അവർക്ക് കുറച്ച് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അത് ചിലപ്പോൾ ഒരു ഫസ്റ്റ് 3 months കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 4 months അല്ലെങ്കിൽ ഒരു 7 months ഒക്കെ കഴിയുമ്പോഴായിരിക്കും അവർക്ക് ഭയങ്കരമായിട്ട് നമ്മളെപ്പോലെ അങ്ങനെ ട്രാവൽ ചെയ്യാനോ അല്ലെങ്കിൽ വേറെ ആക്ടിവിറ്റീസിലൊന്നും ഏർപ്പെടാനൊന്നോ ഉള്ള സാഹചര്യം ഉണ്ടായിരുന്നിരിക്കണമെന്നില്ല. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ അവർക്ക് റിലാക്സ് ചെയ്യേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. സോ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുക. അതിനാണ് നമ്മൾ ബേബി മൂൺ പോകുക എന്ന് പറയുന്നത്. അത് നമുക്ക് ഹണിമൂൺ പോകുന്ന പോലെ തന്നെ വേറൊരു രാജ്യത്തേക്കോ അല്ലെങ്കിൽ വേറൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള റിസോർട്ടിലേക്കോ എന്തുമാവാം. അവർ റിലാക്സ് ചെയ്യുക. അവർ ആ ഒരു വീടിൻ്റെ ഉള്ളിൽ തന്നെ അടഞ്ഞിരിക്കുന്നതെന്നോ അല്ലെങ്കിൽ കുറേ കൂടെ സ്ട്രെസ്സായിട്ടിരിക്കുന്ന ആ ലൈഫിൽ നിന്ന് കുറച്ചും കൂടെ റിലാക്സ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്ന യാത്ര തന്നെയാണ് ബേബി മൂൺ എന്ന് പറയുന്നത്. ഇത് പലർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, അറിയാൻ പാടില്ലാത്ത വീട്ടിലേക്ക് പറഞ്ഞു തന്നുള്ളൂ. സോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ആലപ്പുഴയിലെ വാംത്ത് ലേക്ക് ഹെവൻ എന്ന് പറഞ്ഞിട്ടുള്ള റിസോർട്ടിലേക്കാണ് ബേബി മൂൺ ആഘോഷിക്കാനായിട്ട് നമ്മൾ വന്നിട്ടുള്ളത്. ഈ റിസോർട്ട് തിരഞ്ഞെടുക്കാൻ പല പല കാരണങ്ങളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നമ്മൾ ഒരു 3 വർഷമായിട്ട് ഈ റിസോർട്ട് നമ്മൾ ഗസ്റ്റിന് കൊടുത്തു വരുന്നതാണ്. സോ അങ്ങനെ ഞങ്ങൾ കുറേ നാളായിട്ട് ഞങ്ങൾക്ക് ഈ റിസോർട്ടുമായിട്ട് റിലേഷനുണ്ട്. അതിനേക്കാളൊക്കെ ഉപരി അസ്നയുടെ വീടിൻ്റെ അടുത്തുനിന്ന് കുറച്ച് കിലോമീറ്ററുകൾ മാത്രമേ ഇങ്ങോട്ടേക്കേ ഉള്ളൂ. അസ്നയുടെ വീട് ഓഫ് കോഴ്സ് ആലപ്പുഴയിലാണ്. അരൂരാണെന്നുണ്ടെങ്കിലും ഇങ്ങോട്ടേക്ക് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. സോ അതാണ് ഞങ്ങൾ ഈ ഡെസ്റ്റിനേഷൻ തിരഞ്ഞെടുക്കാൻ തന്നെ മെയിനായിട്ടുള്ള കാരണം. പിന്നെ ഞങ്ങൾ കുറേ നാളായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നതായിരുന്നു ഇങ്ങോട്ടൊന്ന് വരാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഞങ്ങളിങ്ങനെ ഓർത്തത് എന്തുകൊണ്ട് ബേബി മൂൺ ഇങ്ങോട്ടാക്കിക്കൂടാ, ഈ റിസോർട്ടിലാക്കിക്കൂടാ എന്ന് ഓർത്തത്. അങ്ങനെയാണ് നമ്മൾ ഈ റിസോർട്ട് ചൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ഈ വീഡിയോയിൽ ഈ റിസോർട്ടിൻ്റെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. സോ വെൽക്കം ബാക്ക് ടു ദ ട്രാവൽ ഡെസ്റ്റിനിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആക്ച്വലി ഞങ്ങൾ ഇന്നലെ 3 മണിയായപ്പോഴാണ് ഇവിടെ എത്തിയത്. വരുന്ന വഴിക്ക് ഞങ്ങൾ ചേർത്തലയിൽ നിന്നാണ് ലഞ്ച് കഴിച്ചത്. മതിച്ചേട്ടൻ്റെ കട എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട് ചേർത്തലയിൽ. നിങ്ങൾ എറണാകുളം ആലപ്പുഴ ഹൈവേ കൂടെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സ്പോട്ടാണ് കേട്ടോ അത്. സീ ഫുഡിന് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സ്പോട്ടാണിത്. പലതരം മീനുകളുണ്ട്. എന്ന് വെച്ചാൽ അഫോർഡബിൾ റേറ്റും ഉള്ളൂ. നല്ല ഫ്രഷ് മീൻ, നല്ല നല്ല അടിപൊളി രുചിയോടെ നിങ്ങൾക്കത് കഴിക്കാൻ പറ്റും. സോ നിങ്ങൾ ആ റൂട്ടിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു സ്പോട്ടാണത്. സോ അത് മിസ് ചെയ്യാതിരിക്കുക. ഞങ്ങൾ ഇന്നലെ 3 മണിയായപ്പോഴാണ് എന്നിട്ട് ഇവിടെ എത്തിയത്. വന്നു കഴിഞ്ഞപ്പോൾ ചെറുതായിട്ടൊന്ന് ടയേർഡായിരുന്നു. സോ വീഡിയോ ഷൂട്ട് ചെയ്യാനൊന്നും ഉള്ള സമയം അങ്ങനെ കറക്റ്റായിട്ട് കിട്ടിയില്ല. നമുക്ക് കുറേ പ്ലാൻ ഉണ്ടായിരുന്നു, സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇറങ്ങണം എന്നൊക്കെ ഉള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് ടയേർഡായിപ്പോയി. കാര്യം ഞാൻ തലേന്നും കുറച്ച് ട്രാവലിങ്ങിലൊക്കെ ആയിരുന്നു. സോ ഫസ്റ്റ് ഞാൻ വന്നിട്ട് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്ത് ഞങ്ങൾ രണ്ടും ഒന്ന് റിലാക്സ് ചെയ്ത് കുറച്ച് നേരം ഇരുന്നു. കുറച്ച് വീഡിയോകളൊക്കെ എടുത്തിരുന്നു. നമ്മൾ കയറി വരുമ്പോൾ തന്നെയുള്ള സ്ഥലമാണിത്. ഔട്ട്ഡോർ ഗെയിംസിനായിട്ടുള്ള ഇവിടെ ഒരു ബാഡ്മിൻ്റൺ കോർട്ടും പിന്നെ ഇവിടെ ബാസ്കറ്റ് ബോളിനുള്ളൊരു ഇതൊക്കെ വെച്ചിട്ടുണ്ട്. കോർട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ.
ആക്ടിവിറ്റീസ് ഉള്ള ഒരു റിസോർട്ട് കൂടിയാണ് ഇത്. നമുക്ക് ഇൻഡോർ ഗെയിംസ് അവൈലബിൾ ആണ്, ഔട്ട്ഡോർ ഗെയിംസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഒരു ഷിക്കാര ബോട്ട് റൈഡ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് പെഡൽ ബോട്ട് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. അതൊക്കെ നമുക്ക് ഫ്രീ ആണ്. ഈ ഷിക്കാര റൈഡ് മാത്രം എപ്പോഴും ഒരു 5 o'clock to 5:30 5 മണിക്ക് തുടങ്ങിയിട്ട് 5:30 ആകുമ്പം നിർത്തുന്ന ഒരു ഷിക്കാര റൈഡ് നമുക്കുണ്ട്. പക്ഷേ ഇന്നലെ നിർഭാഗ്യവശാൽ അതിൻ്റെ ഡ്രൈവർ ലീവിലായിരുന്നു, അതുകൊണ്ട് നമുക്കത് പോകാൻ പറ്റിയില്ല. പക്ഷേ അത് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആസ്വദിക്കാം. ഈ റിസോർട്ടിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 2 ടൈപ്പ് ഓഫ് റൂംസാണുള്ളത്. ഒന്ന് ലേക്ക് വ്യൂ റൂമും പിന്നെ ഒന്ന് ഹെറിറ്റേജ് റൂമും. ലേക്ക് വ്യൂ റൂമാണ് ഇവിടുത്തെ ടോപ്പ് കാറ്റഗറി. ഗാർഡൻ റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ബേസ് കാറ്റഗറി റൂംസാണ്. ലേക്ക് വ്യൂ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കാണുന്നതാണ് ലേക്ക് വ്യൂ കാറ്റഗറീസ് വരുന്നത്. അതിൻ്റെ ഫ്രണ്ടിൽ ലേക്ക് തന്നെയായിട്ടാണ് വരുന്നത്. അതിൻ്റെ ഫ്രണ്ടിൽ ലേക്കാണുള്ളത്. ഈ ഹെറിറ്റേജിൻ്റെ ഫ്രണ്ടിലും നമുക്ക് ലേക്ക് ഉണ്ട്, പക്ഷേ കുറച്ചും കൂടെ വിട്ടിട്ടായിരിക്കും. ലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാൽക്കണിയോട് ചേർന്ന് തന്നെയാണ് ഈ കായൽ വരുന്നത് കേട്ടോ. ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാറ്റഗറി ചൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. നമ്മൾ ഇന്നലെ ഇവിടെ ആയിരുന്നു സ്റ്റേ ചെയ്തിരുന്നത്. നമ്മൾ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് കേട്ടോ പൂള് വരുന്നത്. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അവിടെയും കൂടെ ഇറങ്ങേണ്ടതുണ്ട്. അപ്പം ഞങ്ങൾ ഇന്നലെ ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിട്ട് പെഡൽ ബോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ കുറച്ച് ഫിഷിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് പരൽമീനൊക്കെയാണ് കിട്ടിയത്. ഇവിടെ ഒരു കരിമീനും പരൽമീനുമാണ് ഇവിടെ കൂടുതലും ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ അവിടെ ചൂണ്ടയൊക്കെ ഇട്ടായിരുന്നു. സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ പറ്റിയില്ല, പെഡൽ ബോട്ടൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ കൂടെ കണ്ടിട്ട് കേട്ടോ. നമുക്കിവിടെ പലതരം ആക്ടിവിറ്റീസ് ഉണ്ട്. അതിൽ പെടുന്നതാണ് പെഡൽ ബോട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പെഡൽ ബോട്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ ലൈഫ് ജാക്കറ്റ് ഇടണം. ലൈഫ് ജാക്കറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. സേഫ്റ്റി എപ്പോഴും നമ്മൾ നോക്കുക. നമ്മൾ ചവിട്ടി ഒരു വഴിക്കായി ഗൈസ്. സൺസെറ്റൊക്കെ കാണാം കേട്ടോ അവിടെ. എന്താ നമ്മുടെ ഫ്രണ്ടിലായിട്ട് അവിടെ സൺസെറ്റ്. ഇതാ ആ കാണുന്ന റൂമിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് കേട്ടോ. ഇതാ കാണുന്ന റൂമിൽ നമ്മുടെ റിസോർട്ട് ആണ് ബാക്കി കാണുന്നത്. ആ കാണുന്ന റൂമാണോ അതോ പവലിയനാണോ എന്നറിയില്ല. ഇത് അവിടെ കിടക്കുന്നൊരു ബോട്ട് ഉണ്ട്. അതായിരുന്നു നമ്മുടെ ഷിക്കാര റൈഡിന് പോകാനുള്ള ബോട്ടായിരുന്നു അത്. പക്ഷേ ഇന്ന് ഡ്രൈവർ ലീവായതുകൊണ്ട് അതുണ്ടായില്ല ഗൈസ്. സൺസെറ്റ് കണ്ടോ ദാ അവിടെ സൺസെറ്റ് എന്നുള്ള സമയമായി. ഇതാ അടിപൊളി വിഷ്വലാണ് കേട്ടോ. ഒരു രക്ഷയില്ല. അല്ല കിഡിലൻ ആംബിയൻസാണ്. കിഡിലൻ എന്ന് പറഞ്ഞാൽ കിഡിലൻ ആംബിയൻസാണ്. അതാ ഇത്രയും ദൂരേക്ക് വന്നപ്പോൾ ഇങ്ങനെ വാട്ടർ ആക്ടിവിറ്റീസ് ഉള്ള റിസോർട്ടുകൾ കുറവാണ് കേട്ടോ ആക്ച്വലി. അങ്ങനെ പെഡൽ ബോട്ടും ഇതൊക്കെ കോംപ്ലിമെൻ്ററി ആയിട്ട് ചെയ്തു തരുന്ന റിസോർട്ടുകൾ പൊതുവേ കുറവാണ് കുമരകത്തും ആലപ്പുഴയിലൊക്കെ ആയിട്ട്. നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴയിലാണ്. കുട്ടനാടിൻ്റെയൊക്കെ സൈഡായിട്ട് വരുന്ന ഭാഗത്താണ് കേട്ടോ. ഗ്രാമീണ ഭംഗി അങ്ങ് തുളമ്പി നിറഞ്ഞങ്ങ് നിൽക്കുകയാണ്. ഇതാ കണ്ടില്ലേ ഫ്രെയിമൊക്കെ നന്നര ഫ്രെയിംസാണ്. ഇതാ കാണുന്നതാണ് കേട്ടോ നമ്മൾ താമസിക്കുന്ന റൂം.
ഇതൊക്കെ ലേക്ക് വ്യൂ എന്ന് പറയുന്ന കാറ്റഗറീസാണ് ആ വരുന്നത്. നമ്മുടെ റൂമിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ പൂളും വരുന്നത്. ഇതാ കാണുന്നതാണ് പൂള് വരുന്നത്. അത് തന്നെയാണ്. ഇല്ല, ഇതിപ്പം പറഞ്ഞില്ലേ ഏട്ട കുരി എന്ന് പറയില്ലേ? ഏട്ടക്കുരിയാണോ? അതെ, മീനിൻ്റെ വ്യത്യാസം കണ്ട. എങ്ങനെ ഒരു ഏട്ടക്കുരി? അപ്പോൾ ഞങ്ങൾ പെഡൽ ബോട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രഷായി പൂളിലൊക്കെ ഇറങ്ങാമെന്ന് ഓർത്തായിരുന്നു. പക്ഷേ നമുക്ക് ഇന്ന് ടൈം ഉണ്ടായില്ല, ഞങ്ങൾ കുറച്ച് ടയേർഡ് ആയിരുന്നു. സോ ഞങ്ങളിപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുഡ് നമുക്ക് റൂം സർവീസും ചെയ്തു തരും, നമുക്ക് റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. സോ ഞങ്ങൾ ഇപ്പോൾ ഫ്രൈഡ് റൈസൊക്കെയാണ് ഓർഡർ ചെയ്തേക്കുന്നത്. ഫ്രൈഡ് റൈസും ഗോബി മഞ്ചൂരിയനും പിന്നെ കുറച്ച് ചിക്കൻ കടായി അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെയാണ് ഓർഡർ ചെയ്തേക്കുന്നതായി. ഇത്ര ഐറ്റംസ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത്. നമ്മൾ ഗീ റൈസ് ഓർഡർ ചെയ്തിട്ടുണ്ട്, ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തിട്ടുണ്ട്, 2 ചപ്പാത്തി, പൊറോട്ട, ചിക്കൻ കടായി, ഗോബി മഞ്ചൂരിയൻ, ചില്ലി ചിക്കൻ, പിന്നെ ഗ്രീൻ സലാഡും സൂപ്പും. ഇത്രയാണ് നമുക്ക് ഡിന്നർ ഇന്നത്തെ. സോ ഞങ്ങൾ ഡിന്നർ കഴിച്ചിട്ടിടാം. ഓക്കെ, എൻ്റെ ഈ ബാക്കി കാണുന്നതാണ് കേട്ടോ ഹെറിറ്റേജ് കോട്ടേജ് എന്ന് പറയുന്ന കാറ്റഗറി വരുന്നത്. ഇതുകൊണ്ട് നമുക്ക് ആ ഭാഗത്തായിട്ടാണ് റിസപ്ഷൻ വരുന്നത്. അതിനോടനുബന്ധിച്ച് തന്നെ റെസ്റ്റോറൻറ്റും വരുന്നുണ്ട്. ഹെറിറ്റേജ് റൂംസ് നമുക്ക് 10 എണ്ണമാണുള്ളത്. പിന്നെ 5 ലേക്ക് വ്യൂ റൂംസും വരുന്നുണ്ട്. പിന്നെ അവിടെ ഒരു ട്രീ ഹൗസും ഉണ്ട് കേട്ടോ. അത് ആണ് ഇവിടുത്തെ പ്രീമിയം ആയിട്ടുള്ള റൂം വരുന്നത്. അതിപ്പോൾ ഈ അടുത്ത് വരുന്ന ഒരു കാറ്റഗറി ആയിരുന്നു. സോ അതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ലേക്ക് കുറച്ചും കൂടെ വിസിബിൾ ആയിരിക്കും, കുറച്ചും കൂടി ടോപ്പിൽ നിന്ന് കാണാൻ പറ്റും. അങ്ങനെയുള്ളൊരു പ്രത്യേകതയുള്ള റൂമും കൂടെയാണത്. നോക്കട്ടെ, നമുക്ക് ഗസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോയും കൂടെ നമുക്ക് എടുക്കാം. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ചെറിയൊരു കിഡ്സ് പാർക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഊഞ്ഞാലും സീസോയും പിന്നെന്താ ഈ ഒരു ഐറ്റമൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പൂള് നമുക്ക് വരുന്നത് ഇൻഫിനിറ്റി പൂളാണ് കേട്ടോ. ചെറിയ പൂളാണ്, പക്ഷേ ഇൻഫിനിറ്റി പൂളാണ്. ഇതാണ് നമ്മുടെ പൂള് വരുന്നത് കേട്ടോ. ഇതാണ് കേട്ടോ ലേക്ക് വ്യൂ റൂംസ് വരുന്നത്. നമ്മൾ താമസിച്ചിരുന്ന കോട്ടേജ് ഇതാണ് കേട്ടോ. ഇത് മാത്രമേ സിംഗിളായിട്ട് വരുന്നുള്ളൂ, ഒരു കോട്ടേജ് വരുന്നുള്ളൂ. ഇതൊക്കെ 2 ബെഡ്റൂമിൻ്റെ കോട്ടേജുകളാണ് ഇതാ വരുന്നത്. ഇതാണ് നമ്മുടെ റൂം വരുന്നത്. ഫുള്ള് കൊള്ളാക്കിയിട്ടേക്കാണ് ഇപ്പോൾ. ഇതാണ് ബാൽക്കണി. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് നമ്മുടെ ബാൽക്കണിയുടെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ലേക്കാണ്. ഇത് കൊല്ലം കോട്ടപ്പുറം വാട്ടർവേ ആണ് കേട്ടോ ഈ കാണുന്നത്. രാവിലെ മുതൽ ഒരു 8 മണിയായപ്പോൾ മുതൽ ഹൗസ് ബോട്ടുകൾ ഇങ്ങനെ വന്നു തുടങ്ങുന്നുണ്ട്. എന്താ അതിലൂടെ കുറേ ഹൗസ് ബോട്ടുകൾ അങ്ങോട്ട് പോയി ഇപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഇരുന്ന് കായൽ കാണാൻ പറ്റിയൊക്കെ സ്ഥലങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബെഞ്ചും പിന്നെ ഇതുപോലുള്ള മഴ നനയാതെ അല്ലെങ്കിൽ വെയിൽ കൊള്ളാതൊക്കെ ഇരുന്ന് കായൽ കാണാനും പറ്റിയ സെറ്റപ്പൊക്കെ ഇവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഇന്നലെ പോയ പെഡൽ ബോട്ടിൻ്റെ ഏരിയ ആണ് കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ കയറുന്നു. 3-4 പെഡൽ ബോട്ടുകളുണ്ട് ഇവിടെ. ഇവർ ഗാർഡൻസൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ കോട്ടേജിൻ്റെ ഫ്രണ്ടിൽ ഹാമോക്കുകളും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പം വേണ്ടവർക്ക് അതിലൊക്കെ ഇരുന്ന് നടാം. പിന്നെ കുട്ടികൾ വരികയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം അവർക്ക് കളിക്കാനുള്ള
എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇൻഡോർ ഗെയിംസിനായിട്ട് വേറൊരു സെപ്പറേറ്റ് പാർട്ടും ഉണ്ട് കേട്ടോ. അവിടെ ക്യാരംസും ലൂഡോയും ചെസ്സും എല്ലാം വരുന്നുണ്ട്. നമുക്ക് ആ ഭാഗത്തേക്ക് കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് പോകാം കേട്ടോ. എൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു സപ്പോർട്ട് ഒക്കെ നിൽപ്പുണ്ട്. സപ്പോർട്ട് മരമൊക്കെ ഉണ്ട്. ഈ ഭാഗത്തൊക്കെ ഫുള്ള് ഈ പായലാണ് കേട്ടോ വന്ന് കിടക്കുന്നത്. ഇതവരിങ്ങനെ കെട്ടി നിർത്തിയിട്ടുണ്ട് അവിടെ. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ആക്ച്വലി മിക്ക റിസോർട്ടിലും ബൊഫെ ആണ്. പക്ഷേ ഇവിടെയും ബൊഫെ തന്നെയായിരുന്നു. പക്ഷേ ഇന്ന് ബൊഫെ ഇല്ലാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഗസ്റ്റ് കുറവാണ്. സോ 5 റൂമിൽ മാത്രമേ ഗസ്റ്റ് ഉണ്ടായുള്ളൂ. സോ നമുക്ക് റൂം സർവീസാക്കിയിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായി. സോ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നു. ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തത്. മസാല ദോശയും ഓംലെറ്റും പിന്നെ കട്ട് ഫ്രൂട്ട്സും ജ്യൂസും. വേറെയും ഐറ്റംസ് ഉണ്ട്. പൂരി ഭാജി, അപ്പം, സ്റ്റൂ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇത് മതി എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് അവർ ഇത് ചെയ്തു തന്നെ കേട്ടോ. സോ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം. അപ്പോൾ അടുത്ത കലാപരിപാടിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ പൂളിലിറങ്ങാൻ വേണ്ടി പോവാണ്. സോ ഇതാണ് നമ്മുടെ പൂൾ വരുന്നത് കേട്ടോ. ഞങ്ങൾ പൂളിലിറങ്ങാൻ വേണ്ടി പോവാണ്. ഇവിടെ ചെറിയൊരു ടാപ്പ് വെച്ചിട്ടുണ്ട്. പൂൾ ഇൻസ്ട്രക്ഷൻസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പൂൾ ടൈമിംഗ് വരുന്നത് 8 AM to 6:30 PM എന്നാണ് ഇതിൽ എഴുതിയേക്കുന്നത്. ശരിക്കും 7 PM വരെ ഉണ്ട്. ഫസ്റ്റ് നമുക്കിവിടെ ഒരു ഷവർ എടുക്കണം. ഇതാണ് കേട്ടോ പൂൾ വരുന്നത്. പൂൾ വരുന്നത് ഇൻഫിനിറ്റി പൂളാണ്. ചെറിയ പൂളാണ്, പക്ഷേ ഇൻഫിനിറ്റി പൂളാണ്. തീരെ ചെറുതെന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം വലുപ്പമുണ്ടെന്നും പറയാം. അപ്പോൾ നമ്മൾ പൂളിൽ ചാടാൻ വേണ്ടി പോവാണേ. നമ്മൾ ഒരുപാട് പൂളിൽ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻഫിനിറ്റി പൂൾ ആയിരുന്നുണ്ടെങ്കിലും മൗണ്ടൻ വ്യൂ ഒക്കെ ആയിരിക്കും അതിൻ്റെ വ്യൂ വരുന്നത്. ഇത് ആദ്യമായിട്ടാണ് നമ്മൾ ലേക്ക് വ്യൂവിൽ ഇൻഫിനിറ്റി പൂൾ യൂസ് ചെയ്യുന്നത്. ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നല്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ഫ്ലെയിമാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ കായലിങ്ങനെ ഇതേപോലെ ഇതിൻ്റെ കണ്ടിന്യൂറ്റി പോലെ നമുക്കിങ്ങനെ തോന്നും ഇവിടെ നിൽക്കുമ്പോൾ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പൂളിലൊക്കെ ഇറങ്ങി. വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള പൂളായിരുന്നു. നല്ല ഇൻഫിനിറ്റി പൂളാണ്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. അതിന് മുന്നേ നമുക്ക് വേറെ 2 കാറ്റഗറീസും കൂടെ കാണാനുണ്ട്. നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തിരുന്നത് ലേക്ക് വ്യൂ റൂമിലായിരുന്നു. ഇനി ഹെറിറ്റേജ് കോട്ടേജും ഉണ്ട്, പിന്നെ നമുക്ക് ട്രീ ഹൗസും കൂടെ ഉണ്ട്. സോ അതിന് 2 കൂടെ കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മളിനി ഹെറിറ്റേജ് റൂം കാണാൻ വേണ്ടി പോവാണ്. ഇതാണ് ഹെറിറ്റേജ് റൂം വരുന്നത്. ഇവിടെ ഒരു കിങ് സൈസ് ബെഡ്, പിന്നെ ഒരു വാർഡ്രോബ് ഉണ്ട്, പിന്നെ TV, പിന്നെ വലിയൊരു മിററുണ്ട്. ഇവിടെ വാഷ്റൂം വരുന്നത് ഇവിടെയാണ് കേട്ടോ. ഇത് അത്യാവശ്യം വലിയ വാഷ്റൂമാണ്. നമ്മളതിനേക്കാളും കൂടുതലുണ്ട്, വലിയ വലിപ്പമുണ്ടെന്ന് തോന്നുന്നു. ടോയ്ലറ്റ് കിറ്റ്സും ടവേഴ്സ് എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് ഷവർ ഏരിയ വരുന്നത്. കമ്മോഡ് ഇവിടെ വരുന്നുണ്ട്. ചെറിയൊരു വാഷ് ബേസിനും വരുന്നുണ്ട്. ചെറുതല്ല, അത്യാവശ്യം വലുതാണ്. ഇവിടെ നിന്നുള്ള ബാൽക്കണി ആയിട്ടില്ല, സിറ്റ് ഔട്ടാണ് ഇവിടെ ഉള്ളത്. ഇവിടെ കായലിൻ്റെ ഫ്രണ്ട് തന്നെയാണ് കേട്ടോ ഇപ്പോൾ റൂം വരുന്നത്. പക്ഷേ നമ്മുടെ റൂമിലെ പോലത്തെ അത്രയും വലിയ ഇതല്ല വരുന്നത്. ജസ്റ്റ് ഒരു കനാൽ സൈഡ് പോലെയാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ എക്സ്ട്രാ ബെഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ടീ കോഫി മേക്കറെല്ലാം വെച്ചിട്ടുണ്ട്. എല്ലാ റൂമും ഈസിയാണ് കേട്ടോ. അത്യാവശ്യം വലിയ ബെഡും ഒക്കെയാണ് കൊടുത്തേക്കുന്നത്. നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള റൂമാണ് വരുന്നത്. AC കൂടാതെ ഫാനും ഉണ്ട്. അപ്പോൾ ഇതാണ് ഹെറിറ്റേജ് റൂം. ഇനി നമുക്ക് ട്രീ ഹൗസ് കാണാൻ വേണ്ടിയിട്ട് പോകാം.
ഇത് നമ്മുടെ ശിക്കാര റൈഡ് പോകുന്ന ബോട്ടാണ് കേട്ടോ. ഇന്നലെ നമുക്കിതിൽ പോകാൻ പറ്റിയില്ല, ഇന്നലെ ഡ്രൈവർ ലീവിലായിരുന്നു. സോ ഇതിലൊരു അരമണിക്കൂറോളം റൈഡ് ഉണ്ടായിരിക്കും. അരമണിക്കൂർ നമ്മുടെ ഈ കായലിലൂടെ ആ ഭാഗത്തേക്കായിരിക്കും പോകുന്നത്. ഇത് ആക്ച്വലി നമ്മുടെ ഒരു വാട്ടർ വേ ആണ്. ഇതിലൂടെയാണ് ഹൗസ് ബോട്ടും പിന്നെ സർക്കാരിൻ്റെ ബോട്ടുകളെല്ലാം സർവീസ് നടത്തുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്നവർ ഇത് മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. പിന്നെ ഇതാണ് നമ്മൾ കാണുന്ന ട്രീ ഹൗസ് വരുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ ട്രീ ഹൗസ് വരുന്നത്. ഇത് ഫുള്ളി ബാമ്പു അല്ല, പക്ഷേ വേറെ എന്തോ ഒരു രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഇവിടെയും കിങ് സൈസ് ബെഡാണ്, പക്ഷേ നമ്മുടെ മറ്റേ റൂമിൻ്റെ അത്രയും വലുപ്പമില്ല, AC റൂം തന്നെയാണ്. ഇതാണ് വാഷ്റൂം വരുന്നത്. ട്രീ ഹൗസ് പിന്നെ അങ്ങനെയാണല്ലോ, വലിപ്പം കുറവായിരിക്കും. ഇതാ ഇവിടെ ഒരു മിറർ വെച്ചിട്ടുണ്ട്. ഇവിടെ ടോയ്ലറ്റ് കിറ്റ്സ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹീറ്റർ എല്ലാ റൂമിലും തന്നെ ഉണ്ട് കേട്ടോ. ഹീറ്ററും AC-യും എല്ലാ റൂമിലും ഉണ്ട്. AC കമ്മ്യൂണിറ്റി തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ട്രീ ഹൗസ് വരുന്നത്. ഇതിൻ്റെ ബാൽക്കണി ഇല്ല, ഇത് ഇവിടെ നിന്നുള്ള വ്യൂ കാണണമെങ്കിൽ ഈ കട്ടൻ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഇങ്ങനെ സുഖസുന്ദരമായിട്ട് ഇങ്ങനെ കായലൊക്കെ കണ്ടിങ്ങനെ കിടക്കാം. അപ്പോൾ ഈ കട്ടൻ മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കിടന്നുകൊണ്ട് ഈ കായൽ ഇങ്ങനെ കണ്ട് ഇങ്ങനെ കിടക്കാം. അതൊരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരിക്കും. കായലിങ്ങനെ, അത് നമ്മൾ കായലിൻ്റെ ടോപ്പിലുമാണ്, ഇതിങ്ങനെ ബാൽക്കണിയിൽ നിന്ന് ഇരുന്ന് കിടന്ന് കാണുന്ന പോലെ നമുക്ക് കാണുകയും ചെയ്യാം. ഇതാണ് കേട്ടോ വ്യൂ വരുന്നത്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. സോ ഇതിങ്ങനെ നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഇതിലൂടെ ഇങ്ങനെ ഹൗസ് ബോട്ടുകൾ രാവിലെ വൈകിട്ട് ഇങ്ങനെ പോകുന്നതാണ് കേട്ടോ. ഇപ്പോൾ 11 മണിയായിട്ടേ ഉള്ളൂ. ഇത് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫുള്ള് ഹൗസ് ബോട്ടുകളായിരിക്കും ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണവേ. പിന്നെ ഈ ട്രീ ഹൗസിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് നമുക്ക് ഇവിടെ റിലാക്സ് ചെയ്യുകയും ചെയ്യാം. ചെറിയൊരു ബാൽക്കണി പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. വലിയ വീതിയോ കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ജസ്റ്റ് നമുക്ക് ഇവിടെ ഇരുന്ന് നല്ല കാറ്റും തണുപ്പൊക്കെ ആയിരിക്കും. ഇപ്പം അത്യാവശ്യം നമുക്ക് ചില്ലാവാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കനാല് വേ വരുന്നത്. ഇതിങ്ങനെ കായലിലേക്ക് ചെന്ന് ചേരുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് വരുന്നത് കേട്ടോ. ഇവിടെ ജസ്റ്റ് മാഗസിൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റിസപ്ഷൻ ഏരിയ വരുന്നത്. റെസ്റ്റോറൻറ്റ് അത്യാവശ്യം വലിയ റെസ്റ്റോറൻറ്റ് തന്നെയാണ്. ഇതാ ഇവിടെ വാഷ്റൂംസ് വരുന്നുണ്ട്. ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ ഒരു ക്രാഡിലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഒരു ഇൻഫൻറ്റ് ചെയറും അവിടെ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് ഫുള്ള് ഈ മുളയിൽ ചെയ്ത് വെച്ചേക്കുന്നതാണ്. റെസ്റ്റോറൻറ്റിൻ്റെ ബാക്കിലായിട്ടാണ് കേട്ടോ നമ്മുടെ ഇൻഡോർ ഗെയിംസിൻ്റെ ഏരിയ വരുന്നത്. ഈ കാണുന്നതാണ്. ഇവിടെ നമുക്ക് വലിയൊരു ലൂഡോ ബോർഡും പോയിട്ട് ലൂഡോ ഉണ്ട് ഇവിടെ. പിന്നെ പാമ്പ് കൂടിയുണ്ട്. ഇവിടെ ചെസ്സൊക്കെ വെച്ചിട്ടുണ്ട്, ക്യാരംസ് വെച്ചിട്ടുണ്ട്. തിരക്കായിട്ടുള്ളതൊരു റൂമാണ്. 4 ഗെയിംസൊക്കെയാണ് ഇവിടെ വരുന്നത്. ഇതും ഒക്കെ ഗാർഡൻ കോട്ടേജസ് ആണ് കേട്ടോ. ഈ കാണുന്നതൊക്കെ ഇത് വരുന്ന റിസപ്ഷൻ വരുന്ന. സോ ഞങ്ങൾ ചെക്കൗട്ട് ആകാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ഓവറോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഗസ്റ്റിനെ പലവട്ടം വിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമുക്കിതുവരെ ഇവിടെ വരാൻ പറ്റിയിട്ടുണ്ടായില്ല. ഇപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷനിലാണ് നമുക്ക് വരാൻ പറ്റിയത്. ആക്ച്വലി ഞാൻ കൂടുതലും മൗണ്ടൻ റിസോർട്ടുകൾ പ്രിഫർ ചെയ്യുന്ന ആളാണ് ഞാൻ. എനിക്ക് കുറച്ചും കൂടെ കൂടുതൽ ഇഷ്ടം അവിടെയാണ്. പക്ഷേ ഇത് ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഈ ലേക്ക് റിസോർട്ടുകൾ എന്ന് പറയുന്നത്. എപ്പോഴും മൗണ്ടൻ റിസോർട്ടുകളിൽ പോയി കഴിയുമ്പോഴും നമുക്കൊരു മടുപ്പുണ്ടാവും. സോ
അങ്ങനെയാണ് നമ്മൾ. പിന്നെ നമുക്ക് ഇവിടെ തൊട്ടടുത്തുമാണ്, ഏതാണ്ടൊരു 40 കിലോമീറ്റേഴ്സ് അത്ര ഉണ്ടായിരുന്നുള്ളൂ അസ്നയുടെ വീട്ടിൽ നിന്ന്. വേറെയും നല്ല റിസോർട്ടുകളുണ്ട് ഇവിടെ കുമരകത്തും ആലപ്പുഴയിലൊക്കെ ആയിട്ട്. നമ്മൾ ഒരുപാട് ഗസ്റ്റുകൾക്ക് കൊടുക്കാറുണ്ട്. ഇതിൽ നമ്മൾ കൊടുക്കുന്നതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് റിസോർട്ടാണ്. ബഡ്ജറ്റ് വൈസും അല്ലാതെ ആംബിയൻസ് വൈസും നല്ല അത്യാവശ്യം നല്ല റിസോർട്ടുകളാണ്. നമുക്കിവിടെ 3 കാറ്റഗറി റൂംസാണുള്ളത്. അതിൽ ബേസ് കാറ്റഗറി വരുന്ന ഹെറിറ്റേജ് റൂമാണ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ താമസിച്ചിരുന്ന ലേക്ക് വ്യൂ റൂം, പിന്നെ നമ്മൾ കാണിച്ചിരുന്ന ട്രീ ഹൗസും കൂടെയാണ് വരുന്നത്. ലേക്ക് വ്യൂ റൂമാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഗാർഡൻ കോട്ടേജ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. കുറച്ച് അഫോർഡബിൾ പ്രൈസേ ഉള്ളൂ. 5,000 നിയർ ടു 5,000 ആ റേഞ്ചിലൊക്കെ ഉള്ളൂ. 4,500 5,000 ആ റേഞ്ചിലൊക്കെ ഉള്ളൂ നമുക്കുള്ളൂ. പിന്നെ ലേക്ക് വ്യൂ റൂമിലേക്ക് വരുമ്പോൾ 6,000 7,000 ആ റേഞ്ചിലേക്കൊക്കെ മാറും. അത് സീസൺ അനുസരിച്ച് റേറ്റ് മാറും കേട്ടോ. അത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. നമ്മളോട് കുറേ പേര് ചോദിക്കുന്നുണ്ട് എന്താണ് റേറ്റ് പറയാത്തത്, വീഡിയോയിൽ എന്താണ് റേറ്റ് പറയാത്തത് എന്നൊക്കെ ഉള്ളത്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പലവട്ടം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പല സീസണിലും അല്ലെങ്കിൽ പല വർഷങ്ങൾ കഴിയുമ്പോൾ നമുക്ക് ഈ റേറ്റ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ ഇവിടെ എടുത്ത് പറയേണ്ടത് പലതരം ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ. ഫിഷിംഗ് ഉണ്ട്, പെഡൽ ബോട്ടിംഗ് ഉണ്ട്, പിന്നെ ഷിക്കാര റൈഡ് ഉണ്ട്, പിന്നെ ഇൻഡോർ ഗെയിംസ്, ഔട്ട്ഡോർ ഗെയിംസ്, അങ്ങനെ പലതരം ആക്ടിവിറ്റീസും ഉണ്ട്. ഭയങ്കര കംഫർട്ടാണ്. നമ്മളൊരു ഹോംലി ഫീലാണ് ഇവിടെ വരുമ്പോൾ ഉള്ളത്. നമ്മളിന്നലെ കഴിച്ചതും ഇന്ന് കഴിച്ചതൊക്കെ റൂം സർവീസായിട്ടായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. റെസ്റ്റോറൻറ്റിൽ പോയില്ലായിരുന്നു, ആൾ കുറവായിരുന്നു, പൊതുവേ ഗസ്റ്റ് കുറവായിരുന്നു. ഇനി ഡിസംബറിലേക്കൊക്കെ ആയിരിക്കും ഇനി സീസൺ ആവുക. പിന്നെ സാറ്റർഡേ സൺഡേ ഇവിടെ നേരത്തെ ബുക്കിംഗ് ആവും, റൂംസ് അവൈലബിലിറ്റി കുറവായിരിക്കും. ഇപ്പോഴത്തെ കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ വീക്ക് ഡേയ്സ് ആണ്. നമ്മളിന്ന് 21 നവംബറിലാണുള്ളത്, 21 നവംബർ 2025. അപ്പോൾ ഇന്നലെ തേഴ്സ്ഡേ ഞങ്ങൾ വന്നു, ഇപ്പോൾ ഫ്രൈഡേ ഞങ്ങൾ ചെക്കൗട്ട് ആവാൻ വേണ്ടി പോകുന്നു. സോ ഓവറോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ മൊത്തത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ റിസോർട്ട്? റിസോർട്ട് അടിപൊളിയായിരുന്നു. ഞാൻ ആലപ്പുഴക്കാരി ആയതുകൊണ്ട് എനിക്ക് ആലപ്പുഴയിൽ സ്റ്റേ ചെയ്യണതിനോട് താല്പര്യമില്ലായിരുന്നു. നമ്മളിങ്ങനെ സ്റ്റേ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ പറയും നമുക്ക് ഹൈ റേഞ്ച് റിസോർട്ട് നോക്കിയാൽ മതി. ആലപ്പുഴയിൽ എന്തോ മാതിരിയാണ്. അങ്ങനെയല്ല, റിസോർട്ട് കൊള്ളൂല എന്നല്ല, എനിക്ക് പൊതുവെ ഇഷ്ടമില്ല. കണ്ട് പാടവും കായലും അത് വേണ്ട, മൗണ്ടൻ റിസോർട്ടാണ് നല്ലത്. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ കിട്ടിയെന്ന് പറഞ്ഞാൽ ലേക്ക് വ്യൂ കാറ്റഗറി ആയിരുന്നു. അപ്പോൾ നമുക്ക് കൂടുതൽ ഇത് കായലിൻ്റെ അടുത്തുള്ളായിരുന്നു റൂം. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് നല്ല ഫുഡായിരുന്നു. ഇന്നലെ ഡിന്നറാണെങ്കിലും കുറേ ഐറ്റംസ് തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് സ്റ്റാർട്ടറായിട്ട് ചിക്കൻ സൂപ്പായിരുന്നു ഉള്ളത്. പിന്നെ ലാസ്റ്റ് ഡെസേർട്ടൊക്കെ ഉണ്ടായിരുന്നു. നന്നായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റും നല്ലതായിരുന്നു. നമ്മൾ മസാല ദോശയായിരുന്നു ഓർഡർ ചെയ്തത്. പിന്നെ കട്ട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, പിന്നെ ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു. നല്ലതായിരുന്നു. മൊത്തം ആംബിയൻസ് ഒരു അടിപൊളിയായിരുന്നു. പിന്നെ അധികം ആളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു, അധികം റഷ് ഇല്ലായിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഈ റിസോർട്ടിനെ പറ്റിയിട്ടുള്ള റിവ്യൂ. ഓവറോൾ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഈ റിസോർട്ടിന് റേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 4.5 ഔട്ട് ഓഫ് 5 അതാണ് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ്. അസ്ന എത്ര കൊടുക്കും? അത് തന്നെ. ഓക്കെ. പിന്നെ ഇതാണ് ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ആയിരുന്നു കേട്ടോ നമ്മുടെ പൂള് വന്നത്. പൂള് അത്യാവശ്യം നല്ല മെയിൻറ്റെയിൻ പൂള് തന്നെയാണ്. പൂൾ ടൈലല്ല, കോൺക്രീറ്റ് പൂളാണ്. പക്ഷേ രസമുണ്ട്. അവർ ആ ഒരു കോൺക്രീറ്റ്, നമുക്കറിയാം പൂള് എത്രത്തോളം പാടാണ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളത്. അവരത് അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വേറെ ഒരു കളർ വ്യത്യാസമോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിനി അരൂരിലേക്ക് തിരിച്ചു പോവുകയാണ്. അസ്നയുടെ വീട്ടിലേക്കാണ് ഇന്ന് പോകുന്നത്. ഞങ്ങൾക്ക് വേറെ കുറച്ച് പ്ലാൻസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇന്ന് ക്യാൻസലായി. സോ ഞങ്ങളിനി തിരിച്ചു പോവുകയാണ്. സോ ഇനിയും നമ്മൾ കുറേ റിസോർട്ടുകളായിട്ട് ഇനിയും തിരിച്ചു വരുന്നതാണ്. പല റിസോർട്ടുകൾ ഇപ്പോൾ ഇനി ആലപ്പുഴ, കുമരകോ അല്ലെങ്കിൽ മൂന്നാറും വയനാടൊക്കെ നമ്മളിനി ഒരുപാട് റിസോർട്ടുകൾ നമുക്കിനി കാണാനുണ്ട്. അതൊക്കെ ആയിട്ട് നമ്മളിനി തിരിച്ചു വരും. ഓരോ റിസോർട്ടിൻ്റെ റിവ്യൂസായിട്ടും അല്ലെങ്കിൽ ഓരോ ഡെസ്റ്റിനേഷൻസായിട്ടൊക്കെ നമ്മളിനി നിങ്ങളെ കാണിച്ചു തരുന്നതാണ്. സോ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.
എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ ഈ താഴെ കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റിസോർട്ട് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റിസോർട്ട് ബുക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇപ്പോഴും 1000 സബ്സ്ക്രൈബേഴ്സ് പോലും ആയിട്ടില്ല. അപ്പോൾ പക്ഷേ വ്യൂസ് നന്നായിട്ടുണ്ട്. നിങ്ങളാണതിൻ്റെ കാരണക്കാർ. നമ്മളെ വളർത്തുന്നത് നിങ്ങൾ തന്നെയാണ്. സോ നിങ്ങൾക്ക് റിസോർട്ട് റിവ്യൂസ് അല്ലെങ്കിൽ നമ്മൾ യൂണിക് ഡെസ്റ്റിനേഷൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ എന്ത് വേണമെന്നുണ്ടെങ്കിലും ചോദിക്കാം. ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിസോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ചോദ്യങ്ങളും നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാം. നമ്മൾ അതിന് റിപ്ലൈ തരുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് സൗത്ത് ഇന്ത്യയിലെ ഏത് റിസോർട്ട് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ അതിനുള്ള ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഓൺലൈൻ പ്രൈസിനേക്കാളും റിസോർട്ടിലെ റേറ്റിനേക്കാളും ഒക്കെ നമുക്ക് കുറവ് പ്രൈസായിരിക്കും നമുക്ക് വരുന്നത്. നമ്മൾ ത്രൂ ആണ് ബുക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഗൈഡൻസും കൂടെ ഉണ്ടാവും. സോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റുകയാണെന്നുണ്ടെങ്കിലൊക്കെ നമ്മുടെ ഉത്തരവാദിത്വത്തിലായിരിക്കും അത് പോകുന്നത്. അങ്ങനെ പറ്റാതിരിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സോ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. അതിൻ്റെ അകത്ത് റെഗുലറായിട്ട് അപ്ഡേറ്റ്സ് ഉണ്ടാവും. പിന്നെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലും ജോയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. അതിലും നമ്മുടെ റെഗുലർ അപ്ഡേറ്റ്സ് ഉണ്ടാവും. സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഇതുപോലെയുള്ള കുറേ റിസോർട്ടിൻ്റെ റിവ്യൂസ് കാണാവുന്നതാണ്. സോ എല്ലാവരും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. സോ നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ദിസ് ഈസ് അഫ്സൽ ഇസ്മായിൽ ആൻഡ് അസ്നാൻ സൈനിങ് ഓഫ് ഫ്രം ദ ട്രാവൽ ഡെസ്റ്റിനി.